ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറഞ്ഞത്. ഓഗസ്റ്റ് മാസത്തിൽ കന്നി കൂറുകാർക്ക് അഥവാ കന്നി രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ പകുതിയും കൂടി ചേരുന്ന കന്നിക്കൂറുകാർ. കന്നി രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു 6-ാം ഭാവത്തിൽ കുംഭൻ രാശിയിൽ ക്ഷേത്രത്തിൽ ബലവാനായിട്ട് അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനി, 7-ാം ഭാവത്തിൽ രാഹു, 9-ൽ വ്യാഴവും ചൊവ്വയും, 11-ൽ സൂര്യൻ, 12-ൽ ശുക്രനും ബുധനും. ഇതാണ് ഗ്രഹസ്ഥിതി. ചാരവസാൽ ഇവർക്കിപ്പോൾ വ്യാഴവും ശനിയും അനുകൂലമാണ്. രണ്ട് ഗ്രഹങ്ങളുടെ ഗ്രഹസ്ഥിതി നമ്മൾ ഗ്രഹമാറ്റത്തെ പറ്റിയും അതുപോലെ തന്നെ ഗ്രഹസ്ഥിതിയെ പറ്റിയിട്ടും രണ്ട് ഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു വരുന്നത് വ്യാഴവും ശനിക്കുമാണ്. പ്രാധാന്യം പറഞ്ഞാൽ ഗ്രഹങ്ങളിലെ എല്ലാ ഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അത് 100% സത്യം തന്നെയാണ്. എന്നിരുന്നാലും വ്യാഴഗ്രഹ മാറ്റത്തെയും ശനിഗ്രഹ മാറ്റത്തെയും നമ്മൾ ഒരുപാട് ആകാംക്ഷയോടെ വീക്ഷിക്കാറുണ്ട്. കാരണം വ്യാഴം 1 വർഷക്കാലമാണെങ്കിലും അത് 10 വർഷത്തിൻ്റെ ഫലം ചെയ്യും എന്നുള്ളതും, ശനി 2.5 വർഷക്കാലമാണെങ്കിലും 7.5 കൊല്ലത്തിൻ്റെ ഫലം ചെയ്യും എന്നുള്ളതും, 7 ശനി വരുന്നുള്ളതും എല്ലാവരും പറയും. അത് കാരണം കൊണ്ട് തന്നെ ശനി അനുകൂലത്തിൽ നിൽക്കുകയും വ്യാഴൻ 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ നിൽക്കുകയും ചാരവസാൽ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ചാരവസാൽ തന്നെ ചിന്തിക്കുന്നത് സൂര്യചാരവസാനം കൂടി നമുക്ക് ചിന്തിക്കേണ്ടത്. സൂര്യചാരവസാനം കൂടി ചിന്തിക്കുമ്പോൾ 11-ൽ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കന്നിരാശി അഥവാ കന്നിക്കൂറുകാരനെ വെച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ ഉചിതപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ സൂര്യചാരവസാൽ 11-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും ഭാഗ്യസ്ഥാനം നിൽക്കുന്ന വ്യാഴവും 6-ാം ഭാവത്തിൽ അനുകൂലത്തിൽ നിൽക്കുന്ന ശനിയും വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ തരുന്ന ഒരു സൃഷ്ടിയാണ്. എന്തൊക്കെ ഗുണങ്ങൾ ഇവർക്ക് ഈ മാസത്തിൽ ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവും എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ ആരോഗ്യപുഷ്ടി ഉണ്ടാവും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. ആരോഗ്യം തൃപ്തികരമായിരിക്കും. പിന്നെ അസുഖങ്ങൾക്കായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ആശ്വാസം കിട്ടും, അതായത് കുറവ് കിട്ടും. മരുന്ന് ഫലം ചെയ്യും. പല മരുന്നുകൾ കാണിച്ച് ചില വേറെ വൈദ്യന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാർ കാണിച്ച് പിന്നെ പോയി പെടുന്ന സ്ഥലം നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളത് ആരോഗ്യ സ്വസ്ഥത കുറവില്ലാത്തവർക്ക് പുഷ്ടി വരാൻ, ആരോഗ്യ പുഷ്ടി വരാൻ, മെലിഞ്ഞ ശരീരം ഉള്ളവരെല്ലാം ഒന്ന് തടിച്ചു വരുവാനുള്ള സാധ്യത, തടി കൂടുതലായി ഓവറായിട്ടിരിക്കുന്നവർക്കെല്ലാം അത് ഒന്ന് ചുരുങ്ങി വരുവാനുള്ള സാധ്യത എന്നിവയെല്ലാം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആരോഗ്യത്തിൽ സംതൃപ്തിയാണ് എന്നാണ് കാണുന്നത്. ലഗ്നത്തിലാണ് കേതു നിൽക്കുന്നത്. അതായത് കന്നി രാശിയിൽ തന്നെയാണ് കേതു നിൽക്കുന്നത്. കേതു എന്ന് പറയുമ്പോൾ നമുക്ക് കേതു കെടുത്തുന്ന ആളും കേടുവരുത്തുന്ന ആളും വിഘ്നങ്ങൾ തരുന്ന ആളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കേതുവിനെ നമുക്ക് പരിഹരിക്കാമെന്നുണ്ട്. ഓം നമോ ഗണപതി നമഃ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന ഒരു 11 പ്രാവശ്യമോ അല്ലെങ്കിൽ 21 പ്രാവശ്യമോ ചൊല്ലിയാൽ മാത്രം മതി. കാലത്ത് എണീറ്റ് അല്ലെങ്കിൽ ഒരു ഗണപതി നാളികേരം ഉടയ്ക്കുക. ഇതൊക്കെയാണ് ഒരു പരിഹാരമായിട്ടുള്ളത്. 2-ാം ഭാവം ചിന്തിക്കുകയാണെങ്കിൽ കുടുംബസ്ഥാനവും അതുപോലെ തന്നെ ധനസ്ഥാനവും വാക്കിൻ്റെ സ്ഥാനവും വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാനവും എല്ലാം 2-ാം ഭാവത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ കുടുംബപരമായിട്ടും ധനപരമായിട്ടും ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. കുടുംബത്തിൽ ഐക്യത നിലനിർത്തുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ധനവരവിനുള്ള സാധ്യതയുണ്ട്. ധനം വരുവാനുള്ള സാധ്യതയും ധനലാഭങ്ങൾ വരുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യം അഭിവൃദ്ധി എന്ന് വെച്ച് പറഞ്ഞാൽ മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും കുടുംബത്തിൽ ഐക്യത, അതായത് അകൽച്ചയിൽ നിൽക്കുന്നവരെല്ലാം ഐക്യത പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുകയും സന്തോഷങ്ങൾ പങ്കിടുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും അതിനുള്ള അവസരങ്ങൾ ഒത്തുവരികയും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ആരോഗ്യം തൃപ്തികരമാണ്. ധൈര്യം ഉണ്ടാകും. നല്ല ധൈര്യം ഉണ്ടാവും. കാരണം പറഞ്ഞാൽ എന്തിനേയും നേരിടാം, നമുക്കിനി പേടിക്കാനില്ല എന്നുള്ളൊരു വിചാരം ഉണ്ടാവും. പിന്നെ കടബാധ്യതയിൽപ്പെട്ടിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. കടബാധ്യതയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു സമയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനം കിട്ടുന്ന ഒരു സമയമാണ്. കടം വീട്ടുവാനുള്ള ധനം വന്ന് ചെയ്തുവാനുള്ള സാധ്യതയുണ്ട്. പല വഴിക്ക് സഹായങ്ങൾ വന്ന് ചെയ്തുവാനുള്ള സാധ്യതയുണ്ട്. കൂട്ടുകാരുമായി, അതായത് ഫ്രണ്ട്ഷിപ്പ് മൂലം ധനസഹായം വന്നു ചേരുവാനും
അതുപോലെ പുതിയ ചില ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അവരുമായിട്ടുള്ള സഹകരണത്തോടുകൂടിയിട്ടുള്ള ഒരു സഹകരണങ്ങൾ ഉണ്ടാവുകയും സഹോദര ബന്ധത്തിന് ഊക്കം കൂട്ടുകയും ആക്കം കൂട്ടുകയും ബലപ്പെടുകയും ചെയ്യും. ബന്ധു സമൂഹങ്ങളായിട്ട് നല്ല അടുപ്പത്തിലാവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളായിട്ട് അടുപ്പം കാണിക്കുവാനും ബന്ധുമിത്രാദികളുടെ വീടുകൾ സന്ദർശിക്കുവാനും ഇതുവരെ നമ്മളുടെ വീട്ടിൽ വരാത്ത ബന്ധുക്കളെല്ലാം വന്നു കയറുകയും അതിലൂടെ നമുക്ക് സംതൃപ്തി നിൽക്കുകയും ചെയ്യുകയും ചെയ്യും. വരാത്ത അതിഥികളും വരാത്ത ബന്ധുക്കളും നമ്മളെ വിട്ട് അകലാത്ത അല്ലെങ്കിൽ സ്നേഹത്തോടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. പുതിയ ബന്ധുബലം വരുവാനുള്ള സാധനം. പുതിയ ബന്ധുബലം പറഞ്ഞാൽ ഒരു വിവാഹത്തോട്ടാണ് ബന്ധുബലം വരുന്നത്. അപ്പോൾ വിവാഹം കഴിക്കാനുള്ള പ്രായമായിട്ടുള്ള ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളോ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹങ്ങളെല്ലാം ആകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ചുരുക്കി പറയാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഭവന നിർമ്മാണം, വാഹനം വാങ്ങിക്കുക, പുതിയ ഭൂമി വാങ്ങിക്കുക, അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുവരും എന്നൊരു യാതൊരുവിധ സംശയമില്ല. ഒന്നിലധികം ഭൂമി വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള അവർക്കും ഭൂമി കച്ചവടം നടത്തുന്നവർക്കും അതുപോലെ തന്നെ കോൺട്രാക്ടർമാർ, എൻജിനീയർമാർ, ഹൈടെക് എൻജിനീയർമാർ പറഞ്ഞാൽ മെഷീനറി സംബന്ധമായിട്ടുള്ള എൻജിനീയർമാർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല ക്ലിയറായിട്ട് വെച്ച് പറഞ്ഞാൽ നല്ല കൂടുതലായിട്ടുള്ള പുരസ്കാരങ്ങളും അഭിവൃദ്ധികളും ശാസ്ത്രപരമായിട്ടുള്ള നേട്ടങ്ങളും മെഷീനറീസിൽ തന്നെ പുതിയ മെഷീനറീസ് ഇറങ്ങുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് കാറിന് എടുക്കുക. അപ്പോൾ കാറിൽ പല വിധത്തിലുള്ള ടെക്നോളജിക്കൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിനുകളിൽ, വിമാനങ്ങളിൽ, അങ്ങനെ ആധുനികപരമായിട്ടുള്ള ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ എഞ്ചിനീയർമാരും അതിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പുതിയ ഉണർവിലൂടെ പുതിയ കണ്ടുപിടുത്തത്തിലൂടെ ടെക്നോളജിയിലൂടെ വളരെ സഹായിക്കുകയും അവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുകയും അവരുടെ തൻ്റെ ഇടങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കഴിവ് തെളിയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടായിട്ട് കാണുന്നു. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന ബിൽഡിങ്ങുകൾ, അപ്പാർട്ട്മെൻറ്റ്, വില്ലകൾ നടത്തുന്ന അവർക്ക് വലിയ കോടികൾ കൊണ്ട് കളിക്കുന്നവർക്കെല്ലാം ഉത്തമപരമായിട്ടുള്ള ഫലങ്ങളാണ് ഇപ്പോൾ ഇവർ കാണുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ സംബന്ധമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നവർക്ക് ഉദ്യോഗ കയറ്റം, സ്ഥാനമാന പദവികൾ, സ്ഥാനക്കയറ്റങ്ങൾ, അതുപോലെ സ്ഥാനലബ്ധികൾ, കിട്ടാത്ത ഭാഗ്യങ്ങൾ, അപ്രതീക്ഷിതപരമായിട്ടുള്ള ഭാഗ്യങ്ങൾ എന്നിവയെല്ലാം കിട്ടുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഇവർക്ക് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഉദ്യോഗ കയറ്റം, അതുപോലെ തന്നെ പുതിയ സ്ഥലങ്ങൾ വാങ്ങി അതിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ, പുതിയ ബിസിനസ്സുകൾ നേടുവാനുള്ള അവസരങ്ങൾ. ബിസിനസ് എന്ന് പറയുമ്പോൾ പലതരം ബിസിനസ്സുകളുണ്ട്. ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ബിസിനസ്, ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള ബിസിനസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ തൊട്ട് മൊബൈൽ ഷോപ്പ് വരയ്ക്കും ഉള്ള ബിസിനസ്സുകളും, സ്വർണ്ണ മേഖലയിൽ സംബന്ധമായിട്ടുള്ള, വസ്ത്രമേഖലയിൽ സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾക്ക്, സ്വർണ്ണ മേഖലയിൽ പെട്ടിരിക്കുന്ന ബിസിനസ്സുകളെല്ലാം വൻ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ, അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ അനുഭവങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകൾ, അവസരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകൾ. കാരണം മുമ്പിൽ വ്യാഴം നിൽക്കുന്ന കാരണം സ്വർണ്ണകാരകനും കൂടിയാണ്, ആഭരണകാരകനും സ്വർണ്ണകാരകനും കൂടിയാണ് വ്യാഴം. അപ്പോൾ വ്യാഴത്തിൻ്റെ പ്രതീക്ഷത്താൽ സ്വർണ്ണാഭരണത്തിൻ്റെ കാരണത്തിൽ ആഭരണങ്ങളും സ്വർണ്ണ ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളും പുതിയ ഷോപ്പുകൾ തുടങ്ങുന്നവർക്കും വൻ വിജയം നേരിടുവാനുള്ള സാധ്യതയും പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാനുള്ള സാധ്യതയും കച്ചവട സാധ്യത കൂടുവാനുള്ള സാധ്യതയും എല്ലാം ഇവർക്കുണ്ട് എന്നാണ് പറയുന്നത്. വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, വൻകിട നേട്ടമാണ് കൈവരിക്കുവാനുള്ളത് എന്ന് തന്നെ പറയാം. വാഹന വിപണി വളരെ ഉചിതപരമായിട്ട് ഉള്ളതാണ്. ഈ കന്നിരാശിക്കാർക്ക്, അതായത് കന്നിക്കൂറുകാർക്ക് വാഹന സംബന്ധമായിട്ട്, അതിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, മെക്കാനിക്കൽ അഡ്വൈസർ ആയിക്കോട്ടെ, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള IT മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ,
അതുപോലെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മാനേജർ ആയിക്കോട്ടെ, അതുപോലെ എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ഓഫീസർമാരായിക്കോട്ടെ, എക്സ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, അതിലെല്ലാം അവർ വിജയം സാധ്യത കൈകൊള്ളിച്ച് ബിസിനസ്സിന് വളരെ ഉചിതകരമായിട്ട് കാർ വിപണിയിൽ തന്നെ കാറിൻ്റെ ഷോറൂമുകളിൽ ഏറ്റവും വലിയ വിൽപ്പന നടക്കുന്ന ആളുകളായിട്ട് ഈ ലിസ്റ്റിൽ പെടും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അവരുടെ പ്രലോഭനങ്ങൾ കൂടും, അവരുടെ ആസ്തികൾ കൂടും, അവരുടെ ടാർഗറ്റ് ഭയങ്കരമായിട്ട് കൂടും എന്നുള്ളതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ വിദേശത്തേക്ക് ജോലി അപ്രതീക്ഷിതപരമായിട്ട് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ 1 മാസത്തിൻ്റെ ഉള്ളിലേക്ക് പ്രതീക്ഷിക്കാതെ വിദേശത്ത് എത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് കിട്ടുവാനുള്ള സാധ്യത. ഇനിയിപ്പോൾ വിദേശത്തന്നെ നിന്നും വിദേശത്തേക്ക്, അതായത് നമ്മളിപ്പോൾ UAE എന്ന് പറയുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും UK, യൂറോപ്യൻ രാജ്യങ്ങൾ, സ്വിറ്റ്സർലാൻഡ്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ, അതായത് സാമ്പത്തിക സാധ്യത കൂടുതൽ ജോബ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പോകാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൽ വിജയിക്കുവാൻ സാധ്യതയുണ്ടാവും. കാരണം വെച്ച് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കാറുണ്ട്, ഞാൻ ഇന്നപോലെ വിസിറ്റിംഗ് വസീൽ ഇവിടെ വന്ന് പെട്ടിട്ട് UK-യിലാണെങ്കിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും പെട്ടിട്ട് മാസങ്ങളോളം ഇവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ ഇരിക്കുന്ന അവസ്ഥകളുണ്ട് എന്നൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ജാതകത്തിലും കൂടി അവരുടെ പരിശോധന നടത്തുന്ന സമയത്ത് ചിലപ്പോൾ ജാതകത്തിൽ സമയദോഷം ഉണ്ടാകും, അതിന് പരിഹാരമുണ്ട്, പരിഹാരങ്ങളെല്ലാം ചെയ്താൽ ശരിയാവും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവർക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ വിദേശ ജോലി എന്തായാലും ഇവർക്ക് തരപ്പെടും. വിദേശത്ത് നിന്ന് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നെ പറയുന്നത്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യത്തോടുകൂടി പോകുന്ന ഈ രാശിയിൽ പഠിക്കുന്നവർക്ക്, അതായത് കന്നി രാശിയിൽ പഠിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് പറയുന്നത്. അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും വിദ്യാഭ്യാസ പുരോഗതികളും, അതിപ്പോൾ നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുവാനുള്ള സാധ്യതയും, എഴുത്തുകൂത്ത് പരീക്ഷകാദികൾ വിജയം നേടുവാനുള്ള സാധ്യതയും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള PSC ലിസ്റ്റുകളിൽ മറ്റുള്ള ഇതുകളിലും ഇപ്പോൾ നീറ്റ് പരീക്ഷ അങ്ങനെയുള്ളതൊക്കെ വന്നിട്ട് അതൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അതിൽ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. PSC ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ഗവൺമെൻറ് ജോലിക്കാർക്കെല്ലാം ഈ രാശിക്കാർക്ക് പെട്ടെന്ന് കിട്ടുവാനുള്ള സാധ്യത ഉറപ്പായിട്ട് കാണുന്നുണ്ട്. അത് കിട്ടുമെന്ന് തന്നെ കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ട് ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട്. 70% കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന ഉദ്യോഗ പദവി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ചിലവർ കുറേ വർഷങ്ങളായിട്ട് യാതൊരുവിധ പ്രമോഷനും കിട്ടാതെ അർഹതപ്പെട്ട പ്രമോഷൻ കിട്ടാതെ ഇരിക്കുന്നവർക്ക് അർഹതപ്പെട്ട പ്രമോഷൻ തന്നെ കിട്ടുവാൻ സാധ്യതയുള്ളൂ. സാലറി വർദ്ധിക്കുവാനുള്ള സാധ്യത, അതായത് ശമ്പളം വർദ്ധിക്കുവാനുള്ള സാധ്യത ഉദ്യോഗത്തോടുകൂടി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്ന അവർക്കുണ്ട് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും കഴിവുകളും. പുതിയ ചെറുപ്പക്കാരും പുതിയ സംവിധായകന്മാരും ഈ രാശിയിൽ പെട്ടിരിക്കുന്നവരെല്ലാം വന്ന് അത്ഭുതകരമായിട്ട് വിജയങ്ങൾ കാഴ്ചവെക്കും. തിരക്കഥയായിക്കോട്ടെ, അല്ലെങ്കിൽ റൈറ്റർമാർ, തിരക്കഥ, ക്യാമറാമാൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഗീത സംവിധായകന്മാർ, അവർക്കൊക്കെ കഴിവ് തെളിയിക്കാൻ പറ്റിയ വളരെ ഉചിതപരമായിട്ടുള്ളൊരു സമയമാണ് എന്നുള്ളത് യാതൊരുവിധ സമ്മതമില്ല. ഉദ്ദിഷ്ടകാര്യം തീർച്ചയായിട്ടും നടക്കും എന്ന് തന്നെ പറയും. ഉദ്ദിഷ്ടകാര്യം വെച്ച് പറഞ്ഞാൽ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് ആ കാര്യം നടക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഭാഗ്യവർദ്ധനവാൽ ധനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ജാതകത്തിൽ കൂടി സമയം അനുകൂലമാണെങ്കിലേ ലോട്ടറി ഫസ്റ്റ് പ്രൈസ് കിട്ടാനുള്ള വഴിയുള്ളൂ. അല്ലെങ്കിൽ 5000-ഓ 2000-ഓ 1000-ഓ ഒക്കെ കിട്ടാനുള്ള വഴികളുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ജാതകത്തിൽ കൂടി നല്ല സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് ഭാഗ്യവശാലുള്ള ധനം കിട്ടുവാനുള്ള സാധ്യതയും, കിട്ടാനുള്ള വസ്തുക്കൾ കിട്ടുവാനുള്ള സാധ്യതയും, കടം കൊടുത്ത പണങ്ങൾ തിരികെ വരുവാനുള്ള സാധ്യതയും, വലിയ ബഡ്ജറ്റുകൾ പറഞ്ഞാൽ കോടിക്കണക്കിനുള്ള ബിസിനസ്സുകൾ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവർക്കെല്ലാം ആ ഷെയർ കിട്ടുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്.
ദൈവാനുഗ്രഹം നമ്മളെ തേടിയെത്തുവാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, ദൈവം ഇങ്ങോട്ട് വരും എന്നുള്ളതൊക്കെ പറയുന്നത്. അങ്ങനെയുള്ളൊരു സാധ്യത 9-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ സാധ്യത പറയുന്നത്. സേനാധിപത്യം വഹിക്കുന്ന ജവാന്മാർക്കും മിലിറ്ററിക്കാർക്കും അതുപോലെ നാവികസേന, കരസേന, വ്യോമസേന, വിമാനസേന, അതുപോലെ തന്നെ പൈലറ്റ് സംബന്ധമായിട്ടുള്ള 2 വീലർ തൊട്ട് വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ മേഖലയിൽ പെട്ടിരിക്കുന്ന വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം നല്ല ഉചിതപരമായിട്ടുള്ള സമയമാണ്. അലോപ്പതി മേഖലകളിൽ പെട്ടിരിക്കുന്ന മെഡിക്കൽ സയൻസ് സംബന്ധമായിട്ട് പെടുത്തുന്ന പുതിയ സാങ്കേതികപരമായിട്ടുള്ള മരുന്നുകളും മെഡിസിനുകളും അതുപോലെ തന്നെ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ഓപ്പറേഷനുകളും അതിന് വേണ്ട മെഷീനറീസ് തയ്യാറാക്കുന്ന എഞ്ചിനീയർമാർക്കും വളരെ നേട്ടങ്ങളുണ്ടാകും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയേറെ പറയാൻ കാരണം വെച്ച് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ ചാരവസ്ഥായിലുള്ള സഞ്ചാരമാണ് ഇതിന് പ്രധാനം എന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ, ഗവേഷണം നടത്തുന്ന മേഖലകളിൽ, റോക്കറ്റ് ഗവേഷണ മേഖലകളിൽ, അതുപോലെ പ്രതിരോധ സംബന്ധമായിട്ടുള്ള മരുന്ന്, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പുതിയൊരു അസുഖങ്ങൾ വരുന്നതിൽ അതിനെ കണ്ടുപിടിക്കാനും അതിനെ വരവറിഞ്ഞ് പ്രവർത്തിച്ച് അതിനെ തടയുവാനുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, വലിയ ശാസ്ത്രജ്ഞന്മാർ, അവർക്കെല്ലാം നേട്ടങ്ങളുണ്ടാവും. അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും, പുരോഗതികളുണ്ടാവും, അവാർഡുകൾ നമ്മളെ തേടിയെത്തുന്ന പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോകേണ്ട അവസ്ഥയില്ല, നമ്മളെ തേടിയെത്തും. അർഹതപ്പെട്ട അവാർഡുകളെല്ലാം കിട്ടും, പുരസ്കാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യത എന്നിവയെല്ലാം കാണുന്നുണ്ട് പറയുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കന്നിരാശിയിൽ പെട്ടിരിക്കുന്നവർക്ക് ആഗസ്റ്റ് മാസം 1-ാം തീയതി തൊട്ടിട്ട് 1, 2, 3, 4, 5, 6, 7, 8-ാം തീയതി വരെയുള്ള സമയം വളരെ അനുകൂലപരമായിട്ടുള്ള സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വളരെ വിജയകരമായിരിക്കും എന്നാണ് പറയുന്നത്. അത് വിട്ടുകഴിഞ്ഞാൽ അത് വിട്ടുകഴിഞ്ഞാൽ 13-ാം തീയതി തൊട്ടിട്ട് 23-ാം തീയതി വരെയുള്ള സമയമാണ് അനുകൂലപരമായിട്ട് കാണുന്നത് എന്നുള്ളത് പറയുന്നത്. അതായത് 13-ാം തീയതി തൊട്ടിട്ട് 10 ദിവസം വരെയുള്ള അനുകൂലപരമായിട്ടുള്ള സമയമാണ് പിന്നീട് കാണുന്നത്. അതേ സമയത്ത് ഇവർക്ക് ദോഷ സമയം എന്ന് പറയുന്നത് ജൂലൈ 8 തൊട്ടിട്ട് 11, 8, 9, 10, 11 4 ദിവസം അശുഭ സമയമാണ്. അതായത് ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത സമയമാണ്. ആ സമയങ്ങളിൽ ശുഭകാര്യങ്ങളും എന്തെങ്കിലും യാത്രകൾ പോയി സാധിക്കേണ്ടത് ഉണ്ടെങ്കിൽ മാറ്റിവെക്കുന്നത് നല്ലതാണ്. വല്ല ഡോക്ടേഴ്സ്, ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കേസായിട്ടുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിവെക്കുന്നത് നല്ലതാണ്. 8 തൊട്ട് 11 വരയ്ക്കും. അതായത് 8-ാം തീയതി, 9-ാം തീയതി, 10-ാം തീയതി, 11-ാം തീയതി വരയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല എന്നുള്ള പറയുന്നത്. അനുകൂല ദിവസങ്ങൾ ഇതൊക്കെയാണ്. കന്നി രാശിയിൽപ്പെട്ടിരിക്കുന്ന നക്ഷത്രക്കാർക്ക് നക്ഷത്രവശാൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ ഉത്തര നക്ഷത്രത്തിന് ശിവനിങ്കിൽ ധാര, വിളക്ക്, മാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ എപ്പോഴും പറയുന്നത് തന്നെയാണ് പറയുന്നത്. അത് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഗുണം കിട്ടും. അത്ത നക്ഷത്രക്കാർക്കാണെങ്കിൽ തിങ്കളാഴ്ച സഹസ്രനാമ ജപം, ലളിത സഹസ്രനാമ ജപം, വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യുക വളരെ ഉചിതകരമായിട്ടുള്ളതാണ്. ചിത്ര നക്ഷത്രക്കാർക്കാണെങ്കിൽ ഭഗവതി സേവ, ചൊവ്വാഴ്ച ദിവസം ഭഗവതി സേവ നടത്തുന്നത് മൂലം ഇനിയും കുറേ കൂടെ ഗുണങ്ങൾ കിട്ടുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഭാഗ്യം നന്നായി കാണുന്നുണ്ട്. കന്നി രാശിനെ പുറത്തുവരയ്ക്കും ഇതുപോലൊരു സമയം ഇനി വരാനില്ല എന്ന് തന്നെ പറയാം. അത്രത്തോളം ഉചിതപരമായിട്ടൊരു സമയമാണ് ഈ ഓഗസ്റ്റ് മാസം. പക്ഷേ ഈ നമ്മുടെ കണക്ക് പ്രകാരം, കേരളത്തിൻ്റെ ആചാരപ്രകാരം നോക്കുകയാണെങ്കിൽ കർക്കിടക മാസമാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. കർക്കിടകം ദുർഘടകമാണ്, കർക്കിടക മാസം ദാരിദ്ര്യം കൂടമാണ്. പക്ഷേ ഈ രാശിയിൽ പുറത്തുവരായിരിക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് പറയുന്നത്. ഇതെല്ലാം അനുഭവത്തിൽ നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിക്കണം എന്നാണ് പറയുന്നത്. പരിശോധിക്കാനുള്ള സംവിധാനം എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ജാതകത്തിൻ്റെ ഫോട്ടോ കുറിപ്പ് അയച്ചു തന്നാൽ ഫ്രീ ആയിട്ട് തന്നെ നോക്കി തരുന്നതാണ്. അതായത് ജാതകം നോക്കാൻ ഫീസൊന്നും വാങ്ങിക്കാറില്ല. ചിലവർ വേണ്ടി ഫീസ് അയച്ചു തരാറുണ്ട്. അത് അവരവരുടെ ഇഷ്ടം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ച് പറഞ്ഞാൽ ഇങ്ങനെയുള്ള രാശിക്കാർക്ക് നല്ല സമയമായിട്ടും ദോഷങ്ങൾ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് പരിഹാരങ്ങളിൽ ചെയ്യേണ്ട ചില ഇതൊക്കെ ഉണ്ടാകും.
അതിനൊക്കെ ചിലവ് വരുന്നതാണ്, അതും പറയാം. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് സംശയം തീർക്കാൻ വേണ്ടി വിളിക്കാവുന്നതാണ്, സംസാരിക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം അനുഭവത്തിൽ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. അത് കാരണം കൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായി കണ്ടു കഴിഞ്ഞ് അതിനെപ്പറ്റി ചിന്തിച്ച് മനസ്സിലാക്കി അത് അനുഭവത്തിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി തരണം.